അവിടെ നിൽക്കുന്ന മരം, ആ മരത്തെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ആ മരം അതാ നല്ല ജീവനുള്ള ഒരാൾ നടന്നു വരുന്നത് പോലെ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് നടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വലിയ അത്ഭുതമാണെങ്കിൽ ആ അത്ഭുതങ്ങളെയെല്ലാം വെല്ലുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? അത് പരിശുദ്ധ ഖുർആനാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുർആനാണ്. നമ്മളിങ്ങനെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലെങ്കിൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം, അങ്ങനെ പല സൂറത്തുകളും നമ്മൾ ഇങ്ങനെ ഓതിപ്പോവുക എന്നല്ലാതെ ഇതിന്റെ അടിസ്ഥാന ഘടകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മുസ്ലിമായ നമ്മുടെ നാട്ടിൽ പലരും നോൺ മുസ്ലിം ആകുന്നു, എക്സ് മുസ്ലിം ആകുന്നു. എന്നാൽ നേരത്തെ നോൺ മുസ്ലിമും എക്സ് മുസ്ലിമുമായിരുന്ന രാജ്യങ്ങളിൽ പലരും ദീന് പഠിച്ചുകൊണ്ട് മുസ്ലിമായി മാറുന്നുവെങ്കിൽ ഈ ദീനിന്റെ പ്രകാശം അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുമെന്നതിന്റെ തെളിവല്ലയോ? അത് ഈ ഖുർആനിന്റെ ആശയമാണ്. പക്ഷെ അത് പഠിക്കേണ്ട പോലെ പഠിക്കണം, കേൾക്കേണ്ട പോലെ